രാജ്യം തലകുനിച്ചുപോയ സംഭവമായിരുന്നു കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ ബലാത്സംഗ കൊലപാതകം. നിങ്ങൾക്കറിയുന്ന പോലെ രാജ്യം മുഴുവൻ നടുങ്ങിപ്പോയി. കേസിൽ ഇന്ന് വിചാരണ കോടതി വിധി പറയാനിരിക്കുകയാണ്. ഈ സമയത്ത് ഈ കേസ് എന്താണെന്ന് ഒരിക്കൽ കൂടി പുതിയതായി വന്ന പ്രേക്ഷകരെ ഞാനിന്ന് ഓർപ്പിക്കുന്നു. കേസിൻ്റെ നാൾവഴികളിലൂടെ രാജ്യം നടുങ്ങിയ ക്രൂരത. വിവരിക്കാൻ പറ്റാത്ത തരത്തിൽ ക്രൂരമായി മുറിവേറ്റ് മരണത്തിന് കീഴടങ്ങുമ്പോൾ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി ഡോക്ടറായിരുന്നു അവൾ. 2024 ഓഗസ്റ്റ് 9 മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ മരിച്ച നിലയിൽ അവളെ കണ്ടെത്തിയത്. പതിനാല് മണിക്കൂറിന് ശേഷമാണ് സംഭവത്തിൽ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തത്. പ്രതിഷേധമിരമ്പി. രോഷക്കൊടുങ്കാറ്റിൽ കൊൽക്കത്ത കുലുങ്ങി. പെൺകുട്ടിക്ക് നീതി ആവശ്യപ്പെട്ട് യുവാക്കളും വിദ്യാർത്ഥികളും തെരുവിലിറങ്ങി. ഓഗസ്റ്റ് 10 സിവിക് വോളണ്ടിയറായ പ്രതി സഞ്ജയ് റോയ് അറസ്റ്റിൽ. ആർജിക്കർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ സർക്കാർ സ്ഥലം മാറ്റി. പക്ഷേ സമരത്തിൽ നിന്ന് പിന്മാറാൻ ജൂനിയർ ഡോക്ടർമാർ തയ്യാറായില്ല. ഓഗസ്റ്റ് 14 കേസ് CBI ഏറ്റെടുത്തു. അന്വേഷണം ഏറ്റെടുത്ത് 55-ാം ദിവസം CBI കുറ്റപത്രം സമർപ്പിച്ചു. കൊല്ലപ്പെട്ട ഡോക്ടർ കൂട്ടബലാത്സംഗത്തിനിരയായിട്ടില്ല എന്നായിരുന്നു CBI കണ്ടെത്തൽ. സഞ്ജയ് മാത്രമാണ് പ്രതിയെന്നും CBI. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു ജൂനിയർ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിലുള്ള പ്രതിഷേധം തുടരുകയാണ്. സാധാരണക്കാരായ ആളുകളുടെ ആശ്രയമായിരുന്ന ഒരു ആശുപത്രിയുടെ അത്യാഹിത വിഭാഗമാണ് ഈ നിലയ്ക്ക് തീർത്തും ഉപയോഗശൂന്യമാക്കി മാറ്റിയിരിക്കുന്നത്. അത്യാധുനിക ഉപകരണങ്ങൾ അടക്കമുള്ളവ പൂർണ്ണമായും തല്ലിത്തകർത്ത നിലയിലാണ് ഈ ആശുപത്രിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. FIR രജിസ്റ്റർ ചെയ്തതിൽ കാലതാമസം വരുത്തിയതിനും തെളിവുകൾ നശിപ്പിച്ചതിനും ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെയും താല പോലീസ് സ്റ്റേഷൻ SHO അഭിജിത് മൊണ്ടാലിനെയും CBI അറസ്റ്റ് ചെയ്തു. രാജിക്കത്ത് നൽകിയ പ്രിൻസിപ്പലിന് പകരം നിയമനം കൊടുത്തതിലും ആശുപത്രിയിലെ സുരക്ഷാ വീഴ്ചയിലും കൊൽക്കത്ത ഹൈക്കോടതി പലതവണ മമത സർക്കാരിനെ കുടഞ്ഞു. പിന്നാലെ കോളേജിലെ സാമ്പത്തിക തട്ടിപ്പും പുറത്തു വന്നു. സാമ്പത്തിക ക്രമക്കേട് കേസിലും സന്ദീപ് ഘോഷിനെ CBI അറസ്റ്റ് ചെയ്തു. സമരം ആരംഭിച്ച് 17 ദിവസത്തിനു ശേഷം ജൂനിയർ ഡോക്ടർമാർ നിരാഹാര സമരം അവസാനിപ്പിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു പിന്മാറ്റം. രാജ്യത്തെ പിടിച്ചുകുലുക്കിയ കേസിൽ ഇന്ന് വിചാരണ കോടതി വിധി പറയും. റിസർച്ച് ഡെസ്ക് 24. രാജ്യത്തെ നടുക്കിയ കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതക കേസിലെ വിധി ഇന്നാണ്. ബലാത്സംഗം, കൊലപാതകമടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതി സഞ്ജയ് റോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഈ കേസിലെ വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കുകയും നമ്മുടെ പ്രേക്ഷകരുമായി ഈ കൊലപാതകത്തിൻ്റെ കൂടുതൽ നടക്കുന്ന വാർത്തകൾ പങ്കുവയ്ക്കുകയും ചെയ്ത മാധ്യമപ്രവർത്തകനാണ് ബൽറാം. തത്സമയം ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ഈ കോടതി വിധി ഇന്ന് വരും. പ്രതിക്ക് ഒറ്റ പ്രതിയല്ലേ ഉള്ളൂ ഈ കേസിൽ. ശിക്ഷയ്ക്ക് സാധ്യത കാര്യമായിട്ടുണ്ടോ? SKN, രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു അതിക്രൂരമായ കൊലപാതക കേസാണ് കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്. ജൂനിയർ റെസിഡന്റ് ഡോക്ടറാണ് ഡ്യൂട്ടിക്കിടെ തന്നെ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെടുന്നത്. ഇതിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. കൊൽക്കത്തയിലെ പ്രതിഷേധം ഇപ്പോഴും അണമുറിയാതെ തുടരുകയാണ് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ. ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അടക്കമുള്ളവർ നീതി തേടിയുള്ള സമരത്തിൽ തന്നെയാണ്. അതിനിടെയാണ് അസിയാൽദ അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് ഈ കേസിൽ വിധി പറയുന്നത്. കേസ് കൂട്ടബലാത്സംഗം നടന്നതായുള്ള ആക്ഷേപം ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നെങ്കിലും ശാസ്ത്രീയ പരിശോധനയിലടക്കം ഒരു ആൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പ്രതി മാത്രമാണ് ഈ കേസിൽ ഉള്ളത് എന്നാണ് CBIയും കൊൽക്കത്ത പോലീസും ഒരുപോലെ കണ്ടെത്തിയത്. CBIയുടെ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും കോടതി ഇക്കാര്യത്തിൽ വിധി പറയുക. പ്രതിക്ക് കടുത്ത ശിക്ഷ തന്നെ ഉറപ്പാക്കണം എന്ന ആവശ്യം സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി
മമതാ ബാനർജി CBIയോട് തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് കത്തയക്കുന്നത് അടക്കമുള്ള നടപടികൾ ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ ഈ പ്രതി നടത്തിയ ക്രൂര സ്വഭാവം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീർപ്പ് ഇക്കാര്യത്തിൽ കോടതിയുടെ വിധി ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കളും നീതി ഉറപ്പാക്കുന്നതിനുമായി ഏത് അറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നാണ് ഈ വിധി കാത്തിരിക്കുന്ന നിമിഷങ്ങളിൽ പോലും പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. കാരണം തങ്ങളുടെ മകൾ നേരിട്ടത് അതിക്രൂരമായ ആക്രമണമാണ്. ഇതിന് ഉചിതമായ തരത്തിലുള്ള നീതി ഉറപ്പാക്കണം, പ്രതിക്ക് വധശിക്ഷ തന്നെ ഉറപ്പാക്കണം എന്നുള്ളതാണ് മാതാപിതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ CBIയുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി ഈ മാതാപിതാക്കൾ പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആദ്യഘട്ടത്തിൽ മണിക്കൂറുകൾക്കകം കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു പ്രതി സഞ്ജയ് റോയ് എന്ന പ്രതി മാത്രമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് CBIയുടെ അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ പലതും CBIയും മറച്ചുപിടിക്കാൻ ശ്രമിച്ചിരിക്കുന്നുവെന്നും നീതിപൂർവമായ അന്വേഷണം CBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുമുള്ള ആക്ഷേപം ഈ സമരം നടത്തിവന്ന ജൂനിയർ ഡോക്ടേഴ്സും ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് കോടതി വിധിയോടുകൂടി ഏത് ശിക്ഷയായിരിക്കും ഈ പ്രതിക്ക് ഉറപ്പാക്കുക എന്ന് വ്യക്തമാകും. തുടർന്നുള്ള നിയമ പോരാട്ടങ്ങൾ, അതുമായുള്ള പ്രതികരണങ്ങൾ അതിനുശേഷം എന്നാണ് ഇരയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. SKN. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ അതിനീചമായ കൊലപാതകത്തിന്റെ വിധി ഇന്ന് വരും. ആ വിധി നമ്മൾ പ്രേക്ഷകരിലേക്ക് ആ സമയം തൊട്ടടുത്ത നിമിഷം എത്തിക്കാൻ എല്ലാവിധമായ ഒരുക്കങ്ങളും ചെയ്തു